ഹലോ, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ മൈ ലൈഫാണ്. അപ്പോൾ ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ദോശയും മുട്ടക്കറിയാട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ മോൻ ഉറങ്ങി എണിച്ചിട്ടില്ല. പിന്നെ ഹസ്ബൻഡ് ജോബിന് പോയി, സിസ്റ്റേഴ്സൊക്കെ കോളേജിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് ഉറങ്ങി എണിക്കുന്നതിന് മുന്നേ നമുക്ക് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ രാവിലെ എല്ലാ വീട്ടിലും കിച്ചൺ ഇങ്ങനെ ആയിരിക്കും, കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ പിന്നെ തിട്ടൊക്കെ തുടക്കാനും ഇതൊക്കെ ആയിരിക്കും. അങ്ങനെ കഴുകിയ പാത്രങ്ങളൊക്കെ ഞാൻ കുരിയിലിട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആയിട്ട് എല്ലാ പാത്രത്തിലും സോപ്പിട്ട് വെക്കും, പിന്നെ എല്ലാം ഒരുമിച്ച് കഴുകിയെടുക്കും കേട്ടോ. കഴുകിയതിന് ശേഷം നമ്മൾ പാത്രം കൊണ്ടുപോയിട്ട് പുറത്തായിട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ വെയിലുണ്ടല്ലോ, അപ്പോൾ വെയിലത്ത് കുറച്ച് സമയം വെച്ചിട്ട് പിന്നെ അതെടുത്ത് അകത്ത് വെക്കും കേട്ടോ. അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കും. അങ്ങനെ എനിക്ക് തിട്ടൊക്കെ തുടക്കുന്നുണ്ട്. ഗ്യാസും തിട്ടൊക്കെ തുടച്ച് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയായിട്ട് രാവിലത്തെ ഒരു പണിയെന്ന് പറഞ്ഞാൽ പാത്രം കഴിക്കലും പിന്നെ ഫുഡ് ഉണ്ടാക്കലും ഇതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ ഉണർന്നും തോന്നുന്നു, അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം കെറ്റിൽ വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ, അവനെ കുളിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ചൂടുവെള്ളത്തിൽ രാവിലെ കുളിപ്പിക്കും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ബ്രഷും കാര്യങ്ങളൊക്കെ ചെയ്തു പച്ച തന്നെയൊക്കെ കൂട്ടി ഇപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിലേക്കാം. ആ സമയം കൊണ്ട് ഞാൻ വേഗം 2 സിറ്റോട് തൊടുക്കാനുണ്ടായിരുന്നു, അത് വേഗം തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ടൈമിന് ഒരു പൂച്ചകത്തിട്ട് കയറിയിട്ടുണ്ട്. പിന്നെ മോനും കൊണ്ട് റൂമിൽ വന്നു. പിന്നെ അവനെന്താ കുളിപ്പിച്ച് വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ കുറച്ച് ലോഷനൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൊടുത്ത് പിന്നെ ലോഷൻ ഇട്ടു. ഇപ്പോൾ വെയിലല്ലേ, അങ്ങനെ ഞാൻ ലോഷനൊക്കെ ഇട്ടു. ആ ഒരു സമയത്ത് ഹസ്ബൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഹസ്ബൻഡ് പോകുന്ന സമയത്ത് മോന് എണിക്കുന്നുണ്ട്, ഇന്ന് എണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഹസ്ബൻഡ് എണിച്ചോന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഹസ്ബൻഡിനോട് കുറച്ച് ടൈം മിണ്ടി പിന്നെ എന്ത് ചെയ്തു, പിന്നെ വീണ്ടും റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ പോകുമ്പോൾ സിസ്റ്റേഴ്സ് അടിച്ച് തോർത്തി പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ എനിക്ക് റൂമൊക്കെ പിരിക്കാനും പിന്നെ മടിക്ക് ഡ്രസ്സൊക്കെ ഉണ്ട് അതൊക്കെ വെക്കാനും പിന്നെ അങ്ങനെ ഫുഡ് ഉണ്ടാക്കാനും പിന്നെ കിച്ചൺ ക്ലീൻ ഇതൊക്കെയാണ് എനിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ റൂമൊക്കെ കൊട്ടിക്കഴിഞ്ഞ ശേഷം ഞാൻ വേഗം എന്താക്കി അവന് ഫുഡ് എടുത്തോട്ടോ മോന്. അപ്പോൾ ഏറ്റവും പണി കേട്ടോ അവർ പിന്നാലെ പോയിട്ട് ഇങ്ങനെ ഫുഡ് കൊടുക്കൽ ഇതൊക്കെയാണ് കേട്ടോ അത്യാവശ്യം പണിയുള്ള കാര്യങ്ങൾ. അത് കുറേ ടൈം എടുക്കും കേട്ടോ ഫുഡ് എടുക്കാൻ. പിന്നെ എന്ത് ചെയ്ത് ഫുഡ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തൊക്കെ കൊണ്ടുപോയിട്ടാണ് ഫുഡ് എടുക്കുന്നത്. പിന്നെ വേഗം അകത്തോട്ട് വന്ന് പിന്നെ ഫുള്ള് ബാക്കിയുള്ള റൂമൊക്കെ കൊട്ടാണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവൻ ചപ്പലിട്ടിട്ട് ബെഡിൽ കയറുന്നുണ്ടെങ്കിൽ അവനെ വേഗം കൊണ്ട് അപ്പുറത്താക്കി. അങ്ങനെ ആ റൂമൊക്കെ കൊട്ടിക്കഴിഞ്ഞു. ഇവർ ഈ അടിച്ച് തോർത്തി പോയതിന് ശേഷമില്ല, ഇങ്ങനെ ബെഡ് പിരിക്കാൻ അതിനൊന്നും സമയം കിട്ടുന്നില്ല. അപ്പോൾ അത് പിരിക്കും, പിന്നെ അവർ എടുത്ത സാധനങ്ങൾ റിട്ടേൺ വെക്കും, ഇതൊക്കെയാണ്. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് എന്ത് ചെയ്താൽ കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ട്. അപ്പോൾ ഈ പണി കഴിഞ്ഞതിന് ശേഷം നേരെ പുറത്ത് പോയിട്ട് ഡ്രസ്സൊക്കെ അലക്കണം. ഞാൻ ആ വാഷിംഗ് മെഷീനിൽ കുറവാട്ടോ, ഇടലില്ല എന്നല്ല ഇടലുണ്ട്, അതും മുകളിലായിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് സ്റ്റെപ്പ് കയറാൻ ഭയങ്കര മടിയാട്ടോ. അത് സ്റ്റോപ്പായിട്ട് വീണ്ടും തിരിക്കണം, പിന്നെ വീണ്ടും പോകണം. ആ സമയത്ത് എനിക്ക് പുറത്ത് കൊണ്ട് വേഗം അലക്കി കഴിയുന്നുണ്ട്. അങ്ങനെ ഞാൻ വേഗം ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അലക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ നേരെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ വേഗം ഡ്രസ്സൊക്കെ അലക്കി കൊണ്ടുവന്ന് അല്ലിട്ട് കേട്ടോ. പിന്നെ ചോറ്റിനുള്ള വെള്ളം വെച്ചിട്ടാണ് അകത്തോട്ട് വന്നത്. പിന്നെ അരി കഴുകി എടുക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടം കേട്ടോ അരി കഴുകി ചോറ്റിലിടുന്ന ആ ഒരു പണി ഭയങ്കര ഇഷ്ടമുള്ളതാട്ടോ. അതിങ്ങനെ കഴുകി എടുക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഓരോ കഴുകലും ഓരോ കളറായിട്ട് വരും, ലാസ്റ്റ് വൈറ്റ് കളറായിട്ട് വരും. ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ അരിയെന്നൊന്നും അറിയില്ല, പക്ഷെ വേഗം വെന്ത് കിട്ടുന്നു കേട്ടോ. അപ്പോൾ അരി കൊണ്ടുപോയിട്ട് ഇട്ടതിന് ശേഷം കുറച്ച് പരിപ്പെടുത്ത് വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 12 മണിയാകുമ്പോൾ ജ്യൂസ് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ആയിട്ട് പപ്പായ കുടിക്കുന്നു. നമ്മളിവിടെ പപ്പായത്തിൻ്റെ തൈ ഉണ്ട്, അത്യാവശ്യം പപ്പായൊക്കെ പകുത്തിയിട്ടുണ്ട്. അപ്പോൾ പപ്പായ ജ്യൂസ് കേട്ടോ മദ്യം കുടിക്കൽ. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സമയത്ത് കുറച്ചെടുത്ത് ജ്യൂസ് അടിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നലെ ഞാൻ ഇന്നെടുത്ത് ജ്യൂസ് അടിച്ചു. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് വേണ്ടി ഉള്ളി ടൊമാറ്റോ പിന്നെ മുളകൊക്കെ ഇട്ട് വെച്ചു. പിന്നെ ഞാൻ ഒരു വീട്ടിൽ കണ്ടിട്ടുണ്ട് ഒരു സ്പൂൺ അങ്ങനെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ കുക്കറിന് ഇത് പാച്ച് വരില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഈ ഒരു പരിപ്പ് പാച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറിയും ചോറൊക്കെ ആയതിന് ശേഷം ഇപ്പോൾ 2 മണിക്ക് ശേഷത്തെ വീഡിയോ കേട്ടോ. 2 മണിയാകുമ്പോൾ ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ട്, ഒരു പപ്പടം കഴിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ലേസ് കഴിച്ചു. പിന്നെ ഒരു ചീരാമുട്ടയുടെ കുറച്ച് ചീരമുട്ടായി ഉണ്ട്, അത് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു. അപ്പോൾ